ഇനി ചില രാജ്യങ്ങളിൽ, ചില സഭകളിൽ ചില പ്രത്യേക രീതികളുണ്ട്. ഉദാഹരണം, ഞാൻ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു സംഭവം മെക്സിക്കോയിലെ ഒരു രൂപതയിൽ ചെയ്യുന്ന കാര്യമാണ്. അവരിങ്ങനെയാണ് നിയമം, ആ രൂപതയിൽ അവിടെ മാത്രം ഉള്ളതായിട്ടാണ് എൻ്റെ അറിവ്. ആ രൂപതയിൽ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും ഒരാൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക സമയത്ത് കുർബാന ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനുവേണ്ടി ഒരു ഫിക്സ്ഡ് റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ അപ്പൻ്റെ ആണ്ട് ഇന്ന ദിവസമാണ്, അന്ന് രാവിലെ 11 മണിക്ക് സിമിത്തേരി ചാപ്പലിൽ ഒരു കുർബാന വേണം, അതിനുശേഷം കുഴിക്കൽ ഉറപ്പീസ് വേണം. അത് ഫിക്സ്ഡ് സമയമാണ്, ഫിക്സ്ഡ് ഡേറ്റ് ആണ്. അങ്ങനെയുള്ള കുർബാനകൾക്ക് ഒരു ഫിക്സ്ഡ് റേറ്റ് ആ രൂപത വെച്ചിട്ടുണ്ട്. ബാക്കി കുർബാനകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്ര പണം എടുത്താലും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോട് ചേർത്ത് ഒരു കുർബാന ചെല്ലും. ഇപ്പം ചില അകത്തോലിക്ക സഭകളിലുള്ളതായിട്ട് എനിക്കറിയാം. നാളെ എനിക്കൊരു കുർബാന ചെല്ലണം, കുർബാനയ്ക്ക് പണം കൃത്യമായിട്ട് റേറ്റ് ഒന്നും നിശ്ചയിച്ച് വെച്ചിട്ടില്ല. മറിച്ച് കുർബാനയ്ക്ക് മുമ്പ് ഒരു പാത്രം പള്ളിയിൽ വെച്ചിരിക്കും. അവിടെ കൊണ്ടുപോയി എല്ലാവരും അവരുടെ നിയോഗങ്ങൾ എഴുതണം, അവരൊരു സംഖ്യ വിടണം. ഇനി സംഖ്യ ഇല്ലെങ്കിലോ പ്രശ്നമില്ല, ആരുടെയൊക്കെ നിയോഗങ്ങളുണ്ടോ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു കുർബാന അർപ്പിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിയോഗം മാത്രം എഴുതിയിട്ട് പൈസ കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. മറ്റൊരാൾ 1 രൂപ കൊണ്ടിട്ടു നിയോഗം എഴുതി, അവിടെയും കുഴപ്പമില്ല. വേറൊരാൾ 10 രൂപ കൊണ്ടിട്ടു, വേറൊരാൾ 1000 രൂപ കൊണ്ടിട്ടു, വേറൊരാൾ 500 രൂപ ഇട്ടു, വേറൊരാൾ 20 രൂപ ഇട്ടു. എത്ര രൂപ ഇട്ടാലും പ്രശ്നമില്ല. കാരണം കുർബാനയും പണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അച്ഛൻ്റെ ജീവസന്ധാരത്തിന് പണം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് കുർബാനയ്ക്ക് അങ്ങനെ ഈ കുർബാന പ്രശ്നം പരിഹരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എത്ര പേര് കുർബാനയ്ക്ക് പണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു കുർബാന ചൊല്ലിയിരിക്കും. എല്ലാ നിയോഗങ്ങളോട് ചേർത്തായിരിക്കും കുർബാന ചെല്ലുക. അപ്പോൾ പണം കൊടുക്കാത്ത ആളുടെ നിയോഗത്തിന് കുർബാന ഉണ്ടാവും. 1 രൂപ കൊടുത്ത ആൾക്കും കുർബാനയുടെ നിയോഗം വെച്ച് കുർബാന അർപ്പിക്കപ്പെടും. 1000 രൂപ കൊടുത്താലും 10000 രൂപ കൊടുത്താലും എല്ലാം ഫലം ഒന്ന് തന്നെ. കാരണം കുർബാനയ്ക്കല്ല പണം കൊടുത്തത്, അച്ഛൻ്റെ ജീവസന്ധാരത്തിന് കൊടുത്ത പണമാണ്. അത് 1 രൂപയായിട്ട് കൊടുക്കുകയോ 50 രൂപയായിട്ട് കൊടുക്കുകയോ, പിന്നെ സൗകര്യത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരു റേറ്റ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രം.